വെൽക്കം ടു ദ വെസ്റ്റേൺ ഇംഗ്ലീഷ് ഫോമുല. വെസ്റ്റേൺ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രാക്ടീസാണ് ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ് എന്ന് വെച്ചാൽ എന്താണ്? സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാണ്. പക്ഷെ നമ്മളിൽ അധികവും പേര് ഇതിനെ വേറെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും, ഒരു വളരെ ഷുഡ് നോട്ട് ഹാവ് ഒന്നും ആരും യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറേ ടേംസാണ് നമുക്ക് വെസ്റ്റേൺ ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രക്ചർ പറയും, അതിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഹാപ്പൻഡ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ എഴുതാൻ ഷുഡ് നോട്ട് ഹാവ് റിട്ടൺ. നമ്മൾ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ പറയാം? ഷുഡ് നോട്ട് ഹാവ് റിട്ടൺ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഷുഡ് നോട്ട് ഹാവ് സ്പോക്കൺ. നിങ്ങളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ മാറ്റണം. അപ്പോൾ ഞാൻ സ്ട്രക്ചർ പറയും, അതിനെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ സന്ദർഭം അനുസരിച്ചിട്ട് നിങ്ങളെ മാറ്റണം. നമ്മൾക്ക് ഇവിടെ ആവശ്യം ഒരു ഗ്രാമർ ഇല്ലാതെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഒരു ചെറിയൊരു ഗ്രാമറിൻ്റെ സെക്ഷൻ നമുക്കിതിൽ ഒരു ആവശ്യം വരും. 2 പാർട്ട് ഗ്രാമറിൽ ആവശ്യം വരും. ഒന്ന്, നമ്മൾക്ക് സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. 2, നമ്മൾക്ക് വെർബിൻ്റെ ഫോംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് 2 നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും പറഞ്ഞ് പഠിച്ചിരിക്കാതെ നമുക്ക് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഗ്രാമറിൻ്റെ സ്ട്രക്ചർ, അപ്പോൾ ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതാണ് ഷുഡ് നോട്ട് ഹാവ്. പിന്നെ അവിടെ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സന്ദർഭം എന്ന് വെച്ചാൽ അതാണ് അവിടെ ആ വെർബാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നു, അതിനെപ്പറ്റി ഞാൻ പിന്നീടാണ് പറയുക. വെർബിൻ്റെ 3ാമത്തെ ഫോമാണ് നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞില്ലേ, വെർബിൻ്റെ ഫോംസ് 4 സബ്ജക്റ്റ്, പ്ലൂറൽ, സിംഗുലർ. ഇത് മാത്രമാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. വേറെ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഒന്നും നമ്മൾക്ക് നോക്കേണ്ടതില്ല. നല്ല ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1ാമത്തെ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്, ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. അങ്ങനെ പഠിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഷുഡ് നോട്ട് ഹാവ് ബീൻ ഹാപ്പൻ, അതാവുമ്പോൾ എന്താണ്? പാസീവിലേക്ക് മാറി. അപ്പോൾ ഷുഡ് നോട്ട് ഹാവ് ബീൻ ഹാപ്പൻഡ്. അപ്പോൾ അവർ ഹാവ് കഴിഞ്ഞിട്ട് ബീൻ ചേർത്തു, അപ്പോൾ അത് പാസീവ് വോയിസിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഭാഷ വളരുകയാണ് ചെയ്യുക. നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ടിപ്പിക്കൽ എന്താണോ പറയേണ്ടത് അത് മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ വരുന്നത്. അത് മാറിയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഭാഷയെ വളർത്തണം. അത് നിങ്ങൾക്ക് കൊളോക്കേഷണൽ ഫ്രേസസ് ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ് അല്ലെങ്കിൽ ഷുഡ് നോട്ട് ഹാവ് ബീൻ ഹാപ്പൻഡ്, സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് ഡയറക്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇനി അടുത്ത ഒരു ഇതാണ് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അത് ന്യായീകരിക്കപ്പെട്ടില്ല, അതങ്ങനെ ചെയ്യപ്പെട്ടില്ല, അങ്ങനെ ചെയ്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ന്യായീകരിക്കപ്പെട്ടു എന്നാണെങ്കിലോ വാസ് ജസ്റ്റിഫൈഡ്. അങ്ങനെ ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷുഡ് നോ. അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കുക. പോസിറ്റീവും നെഗറ്റീവും എല്ലാം ചേർത്ത് പഠിക്കുക. പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ ഫോം ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻ, സംഭവിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ പറയില്ലേ അങ്ങനെ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയുന്നത്? ഷുഡ് ഹാവ് ഹാപ്പൻഡ്, അങ്ങനെ സംഭവിക്കണമായിരുന്നു, അതങ്ങനെ നടക്കണമായിരുന്നു. അപ്പോൾ അത് നടന്നില്ല, നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ വാസ് നോട്ട് ജസ്റ്റിഫൈഡ്, വാസ് ജസ്റ്റിഫൈഡ്, ന്യായീകരിക്കപ്പെട്ടില്ല, ചെയ്തില്ല, നടന്നില്ല, ന്യായീകരിക്കപ്പെട്ടില്ല, അവർ വന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ വാസ് നോട്ട് ജസ്റ്റിഫൈഡ്, വാസ് ജസ്റ്റിഫൈഡ്. ഇനി ഡിഡ് നോട്ട് സ്റ്റേറ്റ് ആൻ ഒപ്പീനിയൻ. നമ്മൾ പറയുമ്പോൾ എന്താണ്? ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ പറയാം ഐ ഡിഡ് നോട്ട് സേ എൻ ഒപ്പീനിയൻ, ഐ ഡിഡ് നോട്ട് ടെൽ എൻ ഒപ്പീനിയൻ. അങ്ങനെ വളരെ സിമ്പിളായിട്ടേ പറയുള്ളൂ. അതിന് മാറ്റിയിട്ട് നമ്മൾ സ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിച്ച് ഇത്രയും കൂടെ സ്റ്റാൻഡേർഡായി. അപ്പോൾ ഐ ഡിഡ് നോട്ട് സ്റ്റേറ്റ് എൻ ഒപ്പീനിയൻ ഓൺ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞില്ല. അത് നിങ്ങൾ സേയോ ടെല്ലോ ഒന്നും പറയുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല,
പക്ഷെ ഇത്രയും കൂടി സ്റ്റാൻഡേർഡായിട്ട് പറയുക. എന്താന്ന് ഐ ഡിഡ് നോട്ട് സ്റ്റേറ്റ് എന്നാണ് ആ വേർഡ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത ഒരു ടേം 8 in 10 ഹാവ് സീൻ ദ വീഡിയോ. 10ൽ 8 പേര്, നമ്മൾ 8-10 പേര് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ പറയുകയാണ് 8 in 10 ഹാവ് സീൻ, കണ്ടിട്ടുണ്ട് ദ വീഡിയോ. അതിൽ ഇത്രയും പേര് കണ്ടിട്ടുണ്ട് വീഡിയോ. അപ്പം നിങ്ങൾ പറയുകയാണ് ഒരു 50 പേരിൽ ഒരു 30 പേര് വീഡിയോ കണ്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ 30 in 50 ഹാവ് സീൻ ദാറ്റ് വീഡിയോ. 50 പേരിൽ ഒരു 30 പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹാവ് സീൻ ദാറ്റ് വീഡിയോ. ഇനി men are more divided about the details of the shooting. അതായത് ദാൻ ദ വുമൻ. ഞാനൊരു സെൻറ്റൻസിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. മെൻ ആർ മോർ ഡിവൈഡഡ്, അവർക്ക് പല അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയാനാണ്. അപ്പോൾ ഇവിടെ നോക്കി അവർ ഉപയോഗിച്ചിരിക്കുന്നത് മെൻ ആർ മോർ ഡിവൈഡഡ് അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഷൂട്ടിംഗ്. നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചുരുക്കിയ ഷൂട്ടിങ്ങിനെ കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അപ്പോൾ ആ ഭാഷയിൽ ഒരിക്കലും ഒരു വളർച്ച